നോക്കി മക്കളെ നോക്കി, അസ്രായിലിന് പണി കുറക്കാന് ഒറ്റപ്പുട്ടത്തിൽ തോനെ ആൾക്കാരെ കിട്ടുന്ന ടെക്നോളജി ഉള്ള റോഡ്, ഞമ്മക്ക് പോകാനുള്ള റോഡ്. അടുത്ത ഞാനാണെന്ന് പറയട്ടാ, പിന്നെ അത് വേണ്ട നീയാണെന്ന് പറഞ്ഞു. എന്തിന്? അതിന്റെ ഗമ നിനക്കിരിക്കട്ടെ, അത് കഴിഞ്ഞിരിക്കട്ടെ. ആ ഗമ ആശാദനെ വെച്ചോ, ആശാന ഗമയെ പോയി ജല്ലി കിടക്കാലോ. ആരെ റോഡാ? അത് കേന്ദ്രം കൊണ്ടുവന്നതാ. കേരളത്തിൽ എത്തിയപ്പോഴോ മിസ്റ്റർ മരോനും മിസ്റ്റർ അമ്മായിയപ്പനും അമേരിക്കൻ സ്റ്റൈലിലോ ന്യൂയോർക്ക് സ്റ്റൈലിലോ എന്തൊക്കെ പേരിട്ട് പോടാ പുകഴ്ത്തല്ലേ. കേരളം എന്തൊരു മാറ്റാണ് മാറിയിട്ടുള്ളത്. ന്യൂയോർക്കിനേക്കാളും നല്ല റോഡാണല്ലോ ഇവിടെ കിടക്കുന്നത്. ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും ഒരു ടീമായി സഞ്ചരിച്ചുകൊണ്ട് പരിശോധിക്കുന്നുണ്ട്. എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ റോഡ് ഇവലത് രണ്ടു കൂട്ടരുതല്ല, ഇതിൽ കൂടെ പോണ ഓരോ വണ്ടിക്കാരും ടോള് കൊടുക്കണതല്ലേ, വെറുതെ തരുന്നൊന്നുമില്ലല്ലോ. ഇതെല്ലാം കൂടി വെറുതെ ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കണ്ട. ഏതായാലും സംഗതി ആകെ പ്രശ്നം തന്നെയാണ്. നമ്മളെല്ലാരും റോഡല്ലേ പൊട്ടിച്ചാടുന്നതിന്റെ മുന്നേ ഞങ്ങളത് എന്ന് പറഞ്ഞ റീലെടുക്കലാരെ മന്ത്രിന്റെ മുണ്ടാട്ടില്ല. കറുപ്പ് കണ്ടാൽ ഇളക്കണ അമ്മോശം കാക്ക കറുത്ത റോട്ടുമ്പോ കൂടെ വന്ന് റീലെടുത്ത് പോയപ്പോൾ മൂപ്പര ഉണ്ടാട്ടില്ല. ഇത് കംപ്ലീറ്റ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് സംസ്ഥാനത്തെ പൊതു മരാമത്ത് വകുപ്പാണ്. കേരളത്തിന്റെ മുഖച്ഛായ മാറുന്ന പദ്ധതിയാണ് ഇതെല്ലാം. ഒക്കെ ശരിയാക്കാം. ഈ വികസന പ്രവർത്തനം എന്ന് വെച്ചാൽ എന്താ? ഇതൊക്കെ തന്നെ. റോഡ് നിൽക്കണ നിർത്താൻ നോക്കി മക്കളെ, ആപ്പ ഓട്ടോറിന്റെ ടയർ ചെരിഞ്ഞ പോലെ ചെരിഞ്ഞു നിൽക്കണ ഇതിമ കൂടെയാണ് ടൺ കണക്കിന് കാനുള്ള ലോഡും കൊണ്ട് ലോറികൾ പോകേണ്ടത്. കാശ് കൊടുത്ത പ്രശ്നം തീരുമെന്ന് തോന്നില്ല ചേച്ചി. എല്ലാ അവതാളത്തിലായ മട്ട എല്ലാ കണക്കുകൂടലും തെറ്റി. നിങ്ങളും ഞാനും ഒക്കെ കാറും കൊണ്ട് കെട്ടിയോളിയും കുട്ടികളെയും കൊണ്ട് ടോൾ കൊടുത്തു പോകേണ്ടത്. ഇന്റെ നാട്ടിൽ ആലുവാടുപ്പുണ്ടാക്കാൻ പോണ ഗോപിയേട്ടൻ ഇജാതി കല്ലോണ്ട് നല്ല അടുപ്പുണ്ടാക്കി തരും. നാട്ടുകാരുടെ സൗകര്യം നോക്കിയ വികസന പരിപാടികൾ നടക്കുവോ മുതലാളി? അതാ വരുന്ന ആന്ധ്രയെന്ന് വലിയ കമ്പനി. പാടാണോ തോടാണോ മണ്ണിന്റെ കോല എന്താണെന്നൊന്നുമില്ല, മാന്തിണ് മണ്ണിടുന്ന് നിരത്തുണ്. അതിന്റെ ഇടയിൽ ബംഗാളി ഒഴിച്ച മൂത്രത്തിന്റെ നനവ് കിട്ടിയിട്ടുണ്ടാവും. എല്ലാ നാട്ടിലും വെച്ച കട്ട അത് ഈ മണ്ണിലും വെച്ച്. ഞാനാണ് കുറ്റക്കാരൻ. ബസ്സിലെ ക്ലീനർ പണി ഒഴിവാക്കി ജാസ്തി പൈസ ഇട്ടാൻ ഇറങ്ങിയതാ. എന്നിട്ടിപ്പോ ഞാൻ ഫ്രീയാ, യാതൊരു പണിയുമില്ല. ഈ പണി തുടങ്ങിയതിന് ശേഷം ഒരു മഴക്കാലം വന്നില്ല. 2 തുള്ളിയം കെട്ടി ഇറ്റപ്പോത്തിന് താ കിടക്കണ കിണ്ടിയും വെള്ളം. ഇപ്പൊ നല്ലൊരു ചാൻസാ. കെട്ടിയോളി കുട്ടികളും പെരക്കാരി എല്ലാരും കൂടി കൂട്ടിക്കോളി. ഒരു അമ്യൂസ്മെന്റ് പാർക്കും പോകണ്ട. ചെരിഞ്ഞ് നടക്കാൻ പറ്റിയ ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ഇവിടെ ഉണ്ട്. ഈ ഒരു സാധനം നാട്ടിലെത്തിട്ട് നമ്മളത് കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ലല്ലോ. അത് മാത്രമല്ല ഇതിന് പേസ് കൊടുക്കണ്ടല്ലോ. തെറ്റിലേക്ക് 100 തേച്ച മാതിരി ഈ തേച്ച് വെച്ചത് പൊട്ടേ കട്ട ജനങ്ങൾ കാണാതെക്കാനും വേണ്ടി സിമന്റ് തേച്ചതാ ചെങ്ങൈമാരെ. ഒരു ബംഗാളിക്ക് ഹെഡ്സെറ്റും വെച്ച് കൊടുത്ത് കുറച്ച് ഗ്രൗട്ടും കലക്കി കൊടുത്ത് തേക്കാൻ പറഞ്ഞാൽ നിങ്ങളെ കള്ളത്തരം മനസ്സന്മാര് പിടിച്ചില്ലാന്ന് കരുതിയോ? ആ മണ്ണ് വീണ നേരത്ത് എല്ലാ ദിവസവും ഇവിടെ ബ്ലോക്ക് ഉണ്ടായത്. അന്ന് എന്തോ കുതിരത്തിന് ബ്ലോക്ക് ഉണ്ടായില്ല. ബ്ലോക്ക് ഉണ്ടായില്ലെങ്കിൽ എത്ര ആൾക്കാർ മരിച്ചു. ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. ഈ റോഡ് ഒരു സ്ഥലത്തുള്ള ജീവന് ഈ റോട്ടുമക്ക് കയറുന്നതോടുകൂടി ആള് പെരേക്ക് എത്തിയില്ലെങ്കിലും മോർച്ചറിക്ക് എത്തുന്ന ഉറപ്പാ. വെള്ളത്തിന്റെ വൈക്ക് വിടണം, മണ്ണിന്റെ വൈക്കും വിടണം. ഇല്ലെങ്കിൽ വെള്ളം മണ്ണും കൂടി കൂടിയാൽ ഏത് ബംഗാളി ഓട്ടടിച്ചിട്ടും കാര്യം ഉണ്ടാവില്ല, പുടിച്ചാ കിട്ടൂല. മഴക്കാലം വന്നില്ല, തുടങ്ങണേ ഉള്ളൂ. കേരളത്തിലെ മഴയെ കുറിച്ചും മണ്ണിനെ കുറിച്ചും മനസ്സിലാക്കാതെ ഡ്രോണിൽ റീൽ കൊടുത്ത് ഫ്ലക്സുമൽ അഭിവാദ്യം അർപ്പിച്ച് നടക്കണേ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും PWD മന്ത്രിമാരും നേതാക്കന്മാരും ഉള്ള തുറക്കണം. ബക്കറ്റും രസീതും വാർഷിക പിരിവൊക്കെ ആയിട്ട് ജനങ്ങളുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ടി വാങ്ങുമ്പോൾ മിനിമം ഒരു കമ്മിറ്റ്മെന്റ് എങ്കിലും വേണം ജനങ്ങളോട് രാഷ്ട്രീയക്കാരന്. കൃത്യമായി ചെയ്തിട്ടില്ലാത്ത ജോലികൾക്ക് മാത്രമല്ല, ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത ജോലികൾക്ക് പോലും വൻതുകയ്ക്കുള്ള ബില്ലുകൾ പാസാക്കിയിട്ടുണ്ട്. സർക്കാർ വ്യാപകമായ ഒരു അന്വേഷണം നടത്തുകയും ഇനിയും ഇതുപോലുള്ള ചിത്രശക്തികളെ നിയമത്തിന് വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്യണമെന്നാണ് കോടതി നിർദ്ദേശിക്കുന്നത്.